വെക്കാം അല്ലേ? അല്ല ഒരു എന്തോ കാളും കോറും ഒക്കെ കോളൊക്കെ എന്താ കാറും കോളെന്നല്ലേ പറയണേ? അതെ, കാറും കോളൊക്കെ കാണുന്നുണ്ട് ഒരു മഴ പെയ്യാൻ. ഹായ് ദിയക്കുട്ടി, വെൽക്കം. ഉണ്ണിച്ചേട്ടാ, യെസ്, ഇവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടന്നു കേട്ടോ. ഓ ദിൽ റുബ, അതെ 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 അതെ, അത് ഓരോറ്റയ്ക്ക് പാടി തകർത്തു അതെ അതെ തരിപ്പണമായി. ബാക്കിയില്ല. സ്റ്റേജൊക്കെ പിന്നെ ഇടേണ്ടി വന്നു അല്ലേ? അതെ, രണ്ടാമത് സെറ്റ് 5 സ്റ്റാർ ഇല്ലേ? ഇല്ലേ? അത്ര 5 സ്റ്റാറും അതെ. ഒരു പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര, നമ്മുടെ ടോപ്പ് ബാൻഡ് ഒക്കെ അവിടെ എത്തി, അവിടെ വേദിയിലേക്ക് എല്ലാവരും വേദിയിലെത്തി. ആ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ട് വന്നു. യെസ് യെസ്, അതിഗംഭീരമായിരിക്കുമല്ലോ. അപ്പൊ അതെ അതെ, ഉണ്ണിച്ചേട്ടൻ മിസ്സായി. ഇന്നും ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ട് ഒരു ബോംബ് പാട്ടാണ്. ഏതാ ബോംബ് പാട്ട്? ശാരികയ്ക്കും ബോംബിനും തമ്മിൽ ഒരു ബന്ധമില്ല, പക്ഷെ ഇത് ബോംബ് പാട്ടാണ്. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത അല്ലേ? ഈ ശാരിക എന്ന് പറയുന്നത് ശരിക്കും പഞ്ചവർണ്ണ കിളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വെറുതെ ശാരിക എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, ആ കിളിയെ വിളിക്കുന്ന പോലെയാണ് അല്ലേ? പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പറയൂ. അത് ഞാൻ പാടിയ തൊടിയിലേതോ പാടിയില്ലായിരുന്നു. ആ പാടി. അപ്പൊ ഈ പാട്ട് രവീന്ദ്ര സംഗീതോത്സവത്തിന്റെ കോർഡിനേറ്റേഴ്സ് ശോഭാമ്മയ്ക്ക് അയച്ചെടുത്തു. അപ്പൊ പാട്ട് കേട്ടിട്ട് ശോഭാമ്മ എന്നെ വിളിച്ചു, നന്നായി പാടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ഗന്ധർവ രവീന്ദ്ര സംഗീതത്തിലുണ്ടാവുമല്ലോ. ആ, ഞാൻ മുന്നൊരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. എന്നിട്ട് ശോഭാമ്മേന്റെ വീട്ടിൽ പോയി നേരത്തെ പാടിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഒരു പാട്ട് ശോഭാമ്മേന്റെ മുന്നിൽ നിന്ന് പാടി. വെരി നൈസ്. പിന്നെ സാജൻ സാർ ഉണ്ടായിരുന്നു, മ്യൂസിക്കിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ മാഷിന്റെ ഹാർമോണിയും തമ്പുരും ഒക്കെ കാണിച്ചു തന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണണ്ടേ? ഓ, നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം സാന്ദ്രചന്ദ്രരശ്മിമാല ചാർത്തിലാസ്യം ആടാൻ അരികിൽ വന്ന നിന്റെ ദേവി ഞാൻ, അരിക നിന്റെ പാതിമേതാ മതമീരും മണിമുകിൽ മടിയണയ കനലുളിയ കനകലതയ. ആഹാ, കൊള്ളാലോ. ചേച്ചിയുടെ കൂടെ, ശോഭ ചേച്ചിയുടെ കൂടെ. അത് ഭാഗ്യാണ് കേട്ടോ. ഒരു ഉമ്മ കിട്ടിയില്ലേ? അതെ, കിട്ടി. അതാണ് ഇത് വലിയ gift അല്ലേ? ഏറ്റവും അധികം സ്നേഹല്ലേ? അത് വളരെ നന്നായി കേട്ടോ, വളരെ സന്തോഷമായി. അപ്പൊ നമുക്ക് ശാരീരികയിലേക്ക് കിടക്കാമല്ലേ? പിന്നെ എന്റെ അപ്പൂപ്പനും അമ്മമ്മ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഫസ്റ്റ് പാട്ടില് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഈ ഒരു സ്റ്റേജില് നിൽക്കാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എന്റെ അപ്പൂപ്പനും അമ്മമ്മയായിരുന്നു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഹായ്, സ്വാഗതം. ഹായ്, സ്വാഗതം. അതെ അതെ, സ്വാഗതം. യെസ്, പാട്ട് കേൾക്കാം നമുക്ക്. ശാരികെ, എൻ ശാരികെ, ONV സാർ എഴുതിയത്, സംഗീതം വൺ ആൻഡ് ഓൺലി സലീൽ ചൗധരി സർ. സരിത. യാ, സിനിമ സ്വപ്നം. സ്വപ്നം 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 സ്വപ്നം. വർഷം 1973. പഠിക്കും. ശാരികേ, ശാരികേ, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ
കിളിവാതിലിൽ പാടി വിടരാൻ വിതുമ്പൂമിതോ പൂവിങ്കാനം എഴിലും പാലപൂത്തോ കാതിലോല കാറ്റിലാടി എഴിലും പാലപൂത്തോ കാതിലോല കാറ്റിലാടി പിലി നീർത്ത കേളിയാടൂ നിലരാവേ ശാരികേ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു ആരും കാണാതെ പൂച്ചോടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ എന്തിയ കുട്ടി കലക്കി ദിയ കുട്ടി എന്തോ ഇന്ന് കിട്ടുന്ന മാർക്ക് എന്നുള്ളത് 100 out of 100 ഞെട്ടിപ്പോയി. plus 2 stars. താങ്ക് യു സർ. ശരിക്കും ഞെട്ടിപ്പോയി. പോരട്ടങ്ങനെ ഒരു മധുരമഴ. മനസ്സം ഞാനിന്നു കണ്ടു ദിയക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ.